ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ചിക്കൻ പുട്ട്. നമ്മളെപ്പോഴും തേങ്ങാപ്പീരയൊക്കെ വെച്ചുള്ള പുട്ട് എപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ പുട്ടും കഴിക്കാം. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്നിവിടെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ, ബോൺലെസ് ചിക്കൻ, അതിൻ്റെ ബോണൊക്കെ മാറ്റിയിട്ട് എടുത്ത് വേവിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഓടിച്ചൊന്ന് കാണിക്കുകയാണ്. അതിനെ വേവിച്ച് ഉപ്പും കുരുമുളകും കുറച്ച് മസാലയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതിനെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളവും കുറച്ചുണ്ട്, അതും കളയാതെ എടുക്കണം. എന്നിട്ട് ഞാനിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടി മസാലയൊക്കെ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ഇറച്ചിക്കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റി ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് വഴറ്റി ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വേപ്പില ഇടുന്നുണ്ട്, 2-3 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ സവോളയും കൂടി ഇട്ട് നന്നായി വാടിക്കഴിയുമ്പോൾ കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാവേ. സവോളയെല്ലാം വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടു. പിന്നെ അതും വാടി വരുമ്പോഴത്തേക്കും മൂടി വെച്ചൊന്ന് അതിനെ ഒന്ന് വേവിച്ചെടുത്തു. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, മല്ലിപ്പൊടി ഇടുന്നില്ല, പിന്നെ കുറച്ച് മസാലപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഇറച്ചിയും കൂടെ ഇട്ട് ചിക്കി എടുക്കുക. നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ പിടിക്കുന്നവരെ എടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് പുട്ടിന് തിരുമ്മിയെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. മസാല എല്ലാം റെഡിയായി കഴിയുമ്പം ഇറച്ചി ഇടുന്നതിന് മുന്നേ കുറച്ച് തേങ്ങാപ്പീരി ഇടണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. തേങ്ങാപ്പീരിയും കൂടി ഇട്ടിട്ട് വേണം ഇറച്ചി ഇട്ടിട്ട് ചിക്കി എടുക്കാൻ. അപ്പോൾ ഈ വെള്ളവും എല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് കുറച്ച് വെറ്റായിട്ടിരിക്കണം. അപ്പോഴേ ആ പുട്ടിൻ്റെ മിക്സിങ്ങുമായിട്ട് ചേരുമ്പോൾ അതിനകത്ത് പുട്ടിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ആ ഗ്രേവി ഇറങ്ങി വരുമ്പോഴത്തേക്ക്. പിന്നെ പുട്ടിനെ തിരുമ്മി എടുക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ പുട്ട് പുഴുങ്ങുന്നൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. നമ്മൾ ആദ്യമേ തന്നെ പുട്ട് കൂറ്റി കുറച്ച് തേങ്ങാപ്പീരി ഇട്ട്, പിന്നെ ഒരു 2 സ്പൂൺ പുട്ടുപൊടി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ മസാല വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പൊടിയിട്ടു. അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എത്ര ലെയർ വേണം, ചിരട്ടപ്പുട്ടായിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഇടണം. താങ്ക് യു.